ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് ഗൈസ് ഞാനും ഉമ്മച്ചിയും കൂടെ പുറത്തേക്ക് പോവാണ്. അപ്പം ഉമ്മച്ചിൻ്റെ കൂടെ പോകണോണ്ട് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തിനാ പോകണമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ഗൈസ് ഓൾക്കുള്ള ഗിഫ്റ്റ് നമ്മൾ വാങ്ങാൻ പോകാം കേട്ടോ. ആരാന്നറിയണ്ടേ, അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷെയ്ക്കാണ് കേട്ടോ. ഓളെ ബർത്ത്ഡേ ഫസ്റ്റ് പരീക്ഷൻ്റെ അന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പരീക്ഷ കാരണം ഓളെ ബർത്ത്ഡേ എനിക്ക് ഓർമ്മയില്ലേന് ഗൈസ്. പിന്നെ ഓള് അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഓളെ വിഷയം കണ്ടപ്പോൾ ഇന്ന് ഓളെ ബർത്ത്ഡേ എന്ന് ഞാൻ ഷോക്കായി പോയി ഗൈസ്. അപ്പോൾ ഗൈസ് ഓൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങാനും പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് മുസ്ഫ്രനായിരുന്നു. അപ്പോൾ മുസ്ഫ്രക്കുള്ള ഒരു ചെറിയ ഗിഫ്റ്റും കൂടി വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് പുതിയ ആക്സസ് മേലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിക്കണം, ബീസ് റോഡിൻ്റെ അങ്ങോട്ടേക്ക് തിരിക്കണം അല്ലെങ്കിൽ ബേപ്പൂരിലേക്ക് തിരിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഫൈനലി നമ്മൾ ബീസ് റോഡിൻ്റെ അവിടേക്ക് തിരിച്ചിരിക്കുകയാണ്. ഞാൻ ലേറ്റ് എത്തണം കേട്ടോ. അതിലാണ് ഞാൻ സ്കൂൾ വിട്ടാന്ന് എപ്പോഴും വിട്ടായെന്ന് പോകുന്നതിനിടയിൽ ഞാനിതാ ജോലിനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മൾ ഷോപ്പിലെത്തിട്ടോ. ബേപ്പൂര് മാഹി കാജൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാട്ടോ നമ്മൾ വന്നത്. ഡിസംബർ ആകുമ്പോൾ ക്രിസ്മസ് ആണല്ലോ, ക്രിസ്മസിനുള്ള എല്ലാ ഐറ്റംസും ഈ ഷോപ്പിലെത്തി. ബട്ട് നമ്മൾ വന്നത് അതിനല്ലല്ലോ, നമുക്ക് ഗിഫ്റ്റ് സെലക്ട് ചെയ്യാം. അവർക്ക് ജ്വല്ലറി ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടവും ക്രേസും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ അതന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ അതെ പൂക്കി ക്രാബും കൂടെ. ഫസ്റ്റ് ഈ മാല സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഇതെടുത്തു, കൂടെ ഈ ബാൻഡും കൂടെ എടുത്തിട്ടോ. ഇതൊക്കെ ഓൾക്ക് ഇഷ്ടമാണെന്നാണ് കരുതുന്നത്. ഇഷ്ടമാവും, ഓൾക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഐറ്റംസ് ആണ് നമ്മൾ എടുത്തത്. പിന്നെ അതെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഈ ലവ് ഹാർട്ട് ഷേപ്പിലുള്ള ആ ഒരു ലൈറ്റിൻ്റെ സാധനം കേട്ടോ ഞാൻ ക്രിസ്മസ് ഫ്രണ്ട് മുസ്ഫറക്ക് കൊടുക്കാൻ പോകുന്നത്. ഗൈസ് നമ്മുടെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ആ ചേട്ടന് റാപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ അവിടെ ഒരു ക്രിസ്മസ് ട്രീ കണ്ടിട്ടോ. അപ്പോൾ ഇത് ബെല്ലടിക്കുന്നു വിചാരിച്ച് ഞാൻ ഒന്ന് കുലുക്കി നോക്കി, പക്ഷെ അത് ബെല്ലടിച്ചില്ല. ഈ ഒരു ട്രീ കണ്ടോ, അതിന് വെറും 90 റുപ്പീസ് ഉള്ളൂ കേട്ടോ. ഇപ്പം കാണണം നോക്കണ്ട, കുറച്ച് ലൈറ്റൊക്കെ ഡെക്കറേഷൻ ആക്കിയാൽ മോനെ സീനായിരിക്കും കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ രണ്ടാൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ട് നമ്മളെ മെല്ലെ ടാറ്റ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി ഗൈസ്. എന്തായാലും നമ്മൾ ഇറങ്ങിയല്ലേ. അപ്പോൾ ഈ അമ്മച്ചിനെ പറഞ്ഞു നമുക്ക് ബേപ്പൂർ ബീച്ചിലൊന്ന് പോയോ ഗൈസ്. ഞാൻ ചോദിച്ച് നാക്ക് പുറത്തേക്ക് അല്ല ഉള്ളിലേക്ക് ഇട്ടില്ല. അപ്പം തന്നെ അമ്മച്ചി നോ പറഞ്ഞു ഗൈസ്. അതിൻ്റെ ഒരു സങ്കടമാട്ടോ എൻ്റെ ഫേസിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ക്യൂട്ട്നെസ് നമുക്ക് എപ്പോഴായാലും നിർബന്ധമാണ് ഗൈസ്. ട്വിസ്റ്റാണ് ഗൈസ് ഇവിടെ ഇപ്പോൾ സംഭവിച്ച് വിത്ത് സെക്കൻഡിൽ സംഭവിച്ചത് ട്വിസ്റ്റാണ്. എന്താണ് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇമ്മച്ചി നമ്മുടെ വീട്ടിലേക്ക് പോയില്ലേ ഗൈസ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ ബേപ്പൂർ ബീച്ചിലേക്കാണ് ഗൈസ്. ആ ഒരു സന്തോഷം പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി വന്ന് തുള്ളിച്ചാടിയിരുന്നു ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ബീച്ചിലെത്തിയപ്പോഴാണ് ഗൈസ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നത്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഡിസംബർ 26 മുതൽ നമ്മുടെ ബേപ്പൂർ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഓർമ്മയില്ലേ സീസൺ 5 ആട്ടോ വരാൻ പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പച്ചി ഈവനിങ് ടൈം ഇവിടെ ആട്ടോ കൂടുതലും സ്പെൻഡ് ചെയ്യല്. അങ്ങനെ ഇപ്പച്ചിന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ഇപ്പച്ചിനെ പൊക്കിയിട്ട് നമുക്ക് ഒരു ചായ വാങ്ങി തരാൻ പറഞ്ഞു കേട്ടോ. ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്ന് പൊക്കിയപ്പോൾ ഇപ്പച്ചിന്റെ ഫേസിൽ ഒരു ചെറിയ വിഷമം ഇല്ലാതില്ലല്ലേ. സ്മൈൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇപ്പച്ചി സ്മൈൽ ചെയ്തിട്ടോ. പിന്നെ ഗൈസ് ഞാനിതാ ഒരു സ്ഥലത്ത് പോയിരുന്നു. പിന്നെ ഗൈസ് ഇപ്പച്ചി നമുക്ക് നല്ല അടിപൊളി ചായ വാങ്ങി തന്നു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പഴംപൊരി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആൻഡ് എന്താ പറയുക നല്ല ടേസ്റ്റുള്ള പരിപ്പുവട ഇപ്പച്ചി നമുക്ക് വാങ്ങി തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് പരിപ്പുവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഗൈസ് നല്ല ചൂടായിരുന്നു. ഞാനിങ്ങനെ ഊതി കുടിക്കായിരുന്നു കേട്ടോ. അല്ലാതെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഗൈസ് നല്ല എന്താ പറയുക ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പൈനാപ്പിളും എനിക്കിഷ്ടപ്പെട്ട മാംഗോയും ഞാൻ വാങ്ങിയിട്ടോ. അങ്ങനെ ഗൈസ് ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല പൈനാപ്പിൾ ഉണ്ട്, നമുക്ക് വേണോ അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആസിഫിനറിയോ, ഓനൊരു താത്തൻ്റെ വീഡിയോ ട്രോൾ ചെയ്തിട്ടോ. അതിൻ്റെ ശേഷം ഞാനും പാതുക്കാക്കിയും കൂടി തുടങ്ങിയതാണ്. നിങ്ങൾക്ക് വേണോ തരൂല. അങ്ങനെ ഗൈസ് ഇമ്മച്ചിൻ്റെ പൈനാപ്പിൾ വേഗം തീർന്നപ്പോൾ ഇമ്മച്ചി എൻ്റെ ഇങ്ങനെ എടുക്കുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ഇപ്പച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. ഞാനും ഇമ്മച്ചിയും കൂടെ ആ പുളിമുട്ടിൻ്റെ അറ്റം വരെ നടക്കണമെന്ന് വിചാരിച്ച്. സ്വാഭാവികം ഇമ്മച്ചി കാല് പകുതി എത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് നടന്നപ്പോൾ തന്നെ ഇമ്മച്ചി ക്ഷീണിച്ചിട്ടോ. കൂട്ടത്തിൽ ഞാനൊന്ന് വിശ്രമിച്ചോ എന്നൊരു സംശയം ഇല്ലാതില്ല ഗൈസ്. പോകുമ്പോൾ ഞാൻ പിന്നെ ഇപ്പച്ചിൻ്റെ കൂടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. എല്ലാവരും ഫസ്റ്റിൻ്റെ കാര്യം